ശേഷം ഒരു ദിവസം ഏകദേശം 24 മണിക്കൂറും കൂടിയുണ്ട് അടുത്ത സർവീസിലേക്ക്. അപ്പോൾ തുടങ്ങി കിട്ടിയാൽ എനിക്ക് പരമാവധി നല്ലൊരു ക്വാളിറ്റി സർവീസ് എയർപോർട്ടിൽ കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ക്വാളിറ്റി സർവീസ് കൊടുത്താൽ എനിക്ക് ഉറപ്പായിട്ടും ബ്രൗണി പോയിൻറ്റ്സ്, അതായത് എൻ്റെ സ്പിരിച്വൽ ടെമ്പറേച്ചർ അത് കൂടും, മോറൽ ടെമ്പറേച്ചർ. അങ്ങനെ എനിക്ക് എൻ്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രാർത്ഥന, ധ്യാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ശുദ്ധീകരിക്കാൻ കൂടി തുടങ്ങിയാൽ എല്ലാം നല്ല രീതിയിൽ ഭവിക്കും. നല്ല രീതിയിൽ അതിൻ്റെ രീതിയിലേക്ക് എത്തിച്ച് പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ ആ ഒരു പ്രവർത്തിയിലേക്ക് വിളിച്ച് ഒരു വെൽക്കം ചെയ്തിട്ട് വേണം ഈ പരിപാടികളൊക്കെ ചെയ്യാൻ. എന്നാലാണ് നമുക്കൊരു സേവന മനസ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. അതുപോലെ തന്നെ പരമാവധി സേവനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏതാണെങ്കിലും ഇത് കൂട്ടായ്മയിലാണെങ്കിലും ഇപ്പോൾ പ്രധാനമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൂട്ടായ്മയിലാണ് ഞാനിപ്പോൾ ലീഡർഷിപ്പ് സ്ഥാനം, കണ്ടിന്യൂസ് സ്ഥാനമാണ്. അതിപ്പോൾ എല്ലാ ആഴ്ചയും ഉണ്ട്. ആസ് ലോങ് ആസ് മതി എന്ന് പറയുന്നത് വരെ, എനിക്ക് ഫയർ ചെയ്യുന്നത് വരെ, ഫയർ ചെയ്യുന്നത് വരെ എനിക്ക് സർവീസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക്